ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ ശേഖരനോടും യാമിനിയോടും ഋതിയോടും രാജുവിനോടും ഒക്കെ പറയുക, എല്ലാവരും ചേച്ചിയെ കണ്ടു പഠിക്കണം. ഒരു വീട് നന്നായെങ്കിലേ നാട് നന്നാകത്തുള്ളൂ. ചേച്ചി വീടിനും നാടിനും ഒരു മാതൃകയാണ്. എൻ്റെ പൊന്നോ, ഈ അംബിക ഒരു മാതൃകയാണെങ്കിൽ നാടിനും വീടിനും മാതൃകയാക്കാൻ പറ്റിയ ഒരാള്. ഋതുമോളെ, എനിക്കുള്ള ആഹാരം മുറിയിലോട്ട് കൊണ്ടുവന്നേരെ. അത് കേട്ടിട്ട് അംബിക, മോനെ ചേച്ചി കൊണ്ടുതരാം മോനെ ആഹാരം. വേണ്ട ചേച്ചി, ചേച്ചി ഇപ്പോൾ ഒരു മിനിസ്റ്ററാ. ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പം ശ്രദ്ധിച്ചാൽ മതി. മോളെ, അച്ഛനെ റൂമിലോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ ഋതിയോട് പറയുമ്പോൾ ഋതികയും രാജുവും ചേർന്ന് പ്രതാപനെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. വിചാരിച്ച പോലെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. ഭരണം എൻ്റെ കയ്യിൽ. എൻ്റെ ആങ്ങളെ വെറും ഒരു പൊട്ടനും. ഇവനിങ്ങനെ പൊട്ടനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അംബിക ഇവിടൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്തെടുക്കും. അംബിക ഇങ്ങനെ സന്തോഷത്തോടെ ആ സെറ്റിയിൽ ഇരിക്കുക. എൻ്റെ ആങ്ങളെ ഒരു ലോക മണ്ടനായി പോയത് എൻ്റെ ഭാഗ്യവാ. അവൻ എന്നെ അവൻ്റെ പെറ്റമ്മയെ പോലെ വിശ്വസിക്കുക. ഇതിൽ പരം അവനെ ചതിക്കാൻ വേറെ വല്ലതും വേണോ? അംബിക റൂമിൽ വന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോ ദേണ്ട വരുന്നു നമ്മുടെ സരസ്വതി അമ്മ. എടി എന്നിങ്ങനെ അലറിക്കൊണ്ടാണ് വരുന്നത്. അംബിക പറയാ, ദേണ്ടേ ഞാനിപ്പോഴൊരു മിനിസ്റ്ററാ. എടി നീ മിനിസ്റ്ററോ രാജാവോ രാജ്ഞിയോ കുതിരയോ കാലാൽപ്പടയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. അതിന് ഞാൻ എന്ത് വേണം എടി? നിന്റെ സ്വഭാവം മാറിയിരുന്നെങ്കിലേ ഞാൻ നിന്നെ അംഗീകരിക്കുമായിരുന്നു. നീ ഇപ്പോഴും സൂര്യമംഗലത്തെ വേലക്കാരിയായിട്ട് തന്നെ നിൽക്കുക. അതിൽ നിന്ന് നീ ഒരു പടി പോലും ഉയർന്നിട്ടില്ല. പ്രത്യേകിച്ച് നിന്റെ സംസ്കാരം. അതൊക്കെ കേട്ടിട്ട് അംബിക പറയാം, പണ്ടേ ഞാൻ സൂര്യമംഗലത്തെ വേലക്കാരിയൊക്കെ ആയിരിക്കാം എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നുണ്ടോ? എടി അംബികെ, ഒരാൾ ഉയരുന്നതിലും വളരുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നീ വളരുന്നതേ വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാ. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? നീ ജന്മനാ ഒരു ക്രിമിനലാ. നല്ലവരിൽ നല്ലവനായ പ്രതാപന്റെ ശേഖരന്റെ കൂടപ്പിറപ്പായിട്ട് നീ എങ്ങനെ ജനിച്ചു എന്ന് ഓർക്കുമ്പോഴാ. അതോർക്കുമ്പോ എനിക്ക് തന്നെ അത്ഭുതമാ. പറ്റിയ ഒരു മകനെയും ദൈവം നിനക്ക് തന്നു. അമ്മയും മകനും കൂടി ഇതിനകത്ത് താണ്ഡവമല്ലേ ചെയ്യുന്നത്. പ്രതാപനെ ഒരു നിഷ്കളങ്കനാ. അവന്റെ ആ നിഷ്കളങ്കതയെ നീ മുതലെടുക്കുക. ഇനിയെങ്കിലും നീ അവനെ ചതിക്കാതെ ജീവിച്ചുകൂടെ? അവനെ ഇനിയെങ്കിലും ചതിക്കാതെയും വഞ്ചിക്കാതെ ഇരുന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. എങ്കിലേ ദൈവം ഇതിനെല്ലാം ചേർന്ന് ന്യായവിധി നടപ്പിലാക്കുന്ന ഒരു ദിവസം വരും. ആ വിധി ഭൂമിയിൽ വെച്ച് തന്നെ നീ അനുഭവിക്കുകയും ചെയ്യും. സ്വന്തം മകനെ പോലെയാണെന്ന് നീ പ്രതാപനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നീ അവനെ ചതിക്കുന്നു. ഈ ചതിക്കുള്ള പ്രതിഫലമേ നിനക്ക് 10 ഇരട്ടിയായിട്ട് കിട്ടും. ഇതിനുള്ള ശിക്ഷയൊക്കെ നിനക്ക് കിട്ടുന്നത് നിന്റെ സ്വന്തം മകനിൽ നിന്നാ. ഞാനീ പറയുന്നത് പാഴ്വാക്കല്ല, നീ വേണമെങ്കിൽ കുറിച്ചു വെച്ചോ. നിന്റെ മകനിൽ നിന്ന് നിനക്ക് അടി കിട്ടുമ്പോഴേ നീ എന്നെ ഒന്ന് ഓർത്താൽ മതി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് അങ്ങ് പോവുക. അംബിക അവിടെ നിന്ന് ആലോചിക്കുക, ശരിയാണല്ലോ, ദീപക്കെന്ന് കഴുത്തിന് പിടിച്ച് മുകളിലോട്ട് പൊക്കിയതും കൊല്ലാനൊരുങ്ങിയതും ഒക്കെ ഇങ്ങനെ അംബിക ഓർക്കുക. ഈ സമയം ഋതിക പ്രതാപന് കഞ്ഞി ഇങ്ങനെ കോരി കൊടുത്തോണ്ടിരിക്കുക. പ്രതാപൻ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും അത്താഴം കഴിച്ചോ? ഇല്ലച്ചാ, അച്ഛന് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചോളാം. എനിക്ക് മതി മോളെ, പോരച്ചാ, അച്ഛന് ആന്റിബയോട്ടിക് നിറയെ കഴിക്കാനുള്ളതാ. അതുകൊണ്ട് കുറച്ചുകൂടെ കുടിച്ചേ പറ്റൂ. അങ്ങനെ ഋതിക പ്രതാപന് കഞ്ഞിയൊക്കെ കോരി കൊടുത്തിട്ട് പ്രതാപന് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ എടുത്തിങ്ങനെ പ്രതാപന് കൊടുക്കുവാണ്. പ്രതാപന്റെ ട്രീറ്റ്മെന്റ് നടന്നപ്പോൾ ദീപക്ക് പ്രതാപനെ ഉപദ്രവിക്കാൻ ചെന്നത് പ്രതാപന്റെ മനസ്സിലിങ്ങനെ വരുവാണ്. അപ്പോൾ ദത്തൻ പറഞ്ഞ കാര്യവും ഓർക്കുവാണ്. ഈ വീട്ടിലാണ് ഋതികയുടെയും പ്രതാപന്റെയും ശത്രുക്കൾ ഉള്ളത്. അവർ ഇനിയും നിങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് പ്രതാപ, ഞാൻ പറയുക, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പ്രതാപൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഋതിക ചോദിക്കും, എന്താച്ചാ? ഒന്നുമില്ല മോളെ. പ്രതാപൻ മനസ്സിൽ പറയുക, ആ അറ്റാക്കിനെ കുറിച്ച് പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല മക്കളെ. എന്നാലേ അച്ഛൻ ഇനി ഉറങ്ങിക്കും. ഋതികെ, സാറിനെ നമുക്ക് കിടത്താം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരൂടെ പ്രതാപനെ ഇങ്ങനെ താങ്ങി ആ കട്ടിൽ ഇങ്ങനെ കിടത്തുവാണ്. എന്നിട്ട് രാജു പറയുന്നു, സാറിന് ഞാൻ മ്യൂസിക് വെച്ച് തരാം, അത് കേട്ട് ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് മ്യൂസിക്കൊക്കെ വെച്ചു കൊടുക്കുവാണ്. പ്രതാപൻ പറയുക, മക്കളെ, ഇനി നിങ്ങൾ പോയി വല്ലതും കഴിച്ച് ഉറങ്ങിക്കോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് രാജുവും ഋതികയും ആ റൂമിൽ നിന്നും പുറത്തു പോവുകയാണ്. രാജുവും ഋതികയും അവരുടെ റൂമിൽ പോയി ഇങ്ങനെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഋതിക പറയുക, എൻ്റെ മനസ്സിന് എന്തൊരു സന്തോഷമായെന്നറിയാവോ രാജു? എൻ്റെ അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയതിനേക്കാൾ ഈശ്വരവിശ്വാസം കൂടി. അതെന്താ ഋതു, നമ്മൾ വിചാരിക്കുന്ന കാര്യം അതേപടി നടന്നില്ലെങ്കിൽ ഈശ്വരവിശ്വാസം കുറയുവോ? അതല്ല രാജു, ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നും എൻ്റെ മനസ്സുരിയെന്നും രാജുവിനറിയുവോ? അതൊക്കെ എനിക്ക് അറിയാൻ ഋതു. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം എൻ്റെ ദൈവങ്ങൾ കേട്ടു. എൻ്റെ അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഋതു. ഏതൊക്കെ അമ്പലങ്ങളിലാ വഴിപാട് നേർന്നിരിക്കുന്നത്?
അതൊക്കെ ഒരുപാടുണ്ട് രാജു. ഒരാഴ്ച വേണം എല്ലായിടവും പോയി എല്ലാ നേർച്ചകളും ചെയ്യാൻ. രാജു എന്നെ സഹായിക്കണം. അതൊക്കെ ഞാൻ സഹായിച്ചോളാം. ഞാനും ഈശ്വരവിശ്വാസിയൊക്കെ ഋതു, അല്ലാതെ നിരീശ്വരവാദിയൊന്നും അല്ല. ഇനിയും പ്രാർത്ഥനകളൊക്കെ ഉണ്ട് രാജു. അതിനും വഴിപാട് നേർച്ചയൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല രാജു. ഋതു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ദൈവത്തിനെ ഒരു നിത്യശല്യമായി മാറരുത്. ഋതു, സാറിൻ്റെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടും. പക്ഷേ പഴയതുപോലെ മന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. രാജു അങ്ങനെ പറഞ്ഞപ്പോൾ ഋതിയയ്ക്ക് വലിയ സങ്കടമായി. ഋതു വിഷമിക്കേണ്ട. സാർ വീണ തക്കം നോക്കിയ ആ അനന്തംപിള്ള പാർട്ടിയിൽ പിരിമുറുക്കിയത്. അനന്തംപിള്ളയും അംബികയും ആണെങ്കിൽ ഇപ്പോൾ ഒരമ്മ പെറ്റ മക്കളെ പോലെയാ. നമ്മളിനി എന്ത് ചെയ്യും രാജു? അടുത്ത ഇലക്ഷൻ വരുമല്ലേ ഋതു? പാർട്ടി അപ്പോൾ വർമ്മ സാറിന് സീറ്റ് കൊടുക്കും. സാർ ഏതെങ്കിലും മണ്ഡലത്തിൽ അംബികയെ നിർത്തും. അവർ ജയിക്കുമോ രാജു? ജയിക്കുന്ന മണ്ഡലത്തിലല്ലേ സാർ അവരെ നിർത്തത്തുള്ളൂ. പാവം ആ പരമദുഷ്ടയാ. സാറിന് അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവും. ആരൊക്കെ പറഞ്ഞാലും സാർ അതൊന്നും മാറ്റുകയില്ല. അവരുടെ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് അച്ഛനെ ബോധ്യപ്പെടുത്തണം രാജു. അവരെ മാത്രം എന്ത് പറഞ്ഞാലും സാർ അവിശ്വസിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്താ രാജു ഇങ്ങനെയൊക്കെ? ഇമ്പോസിബിൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ചേർന്ന് പോസിബിൾ ആക്കിയിട്ടില്ലേ? ഇതിനും പോസിബിലിറ്റി ഉണ്ട് രാജു. അംബിക ആരാണെന്ന് ശരിക്കും അച്ഛൻ തിരിച്ചറിയണം. പ്രതാപൻ ഉറങ്ങാതെ കിടന്ന് ആലോചിക്കുക, എന്നാലും എന്നെ കൊല്ലാൻ വന്നത് ആരായിരിക്കും? ഈ സമയത്താണെങ്കിൽ ദീപക്ക് റൂമിനകത്ത് ഭ്രാന്ത് പിടിച്ച പോലെ അവൻ്റെ തലാണിയൊക്കെ വലിച്ചു കീറി കത്തി കൊണ്ടിട്ട് കുത്തി കീറുവാണ് അതിനെ. അപ്പോൾ അംബിക അങ്ങോട്ട് വന്നിട്ട് കാണുന്ന രംഗം ഇതാണ്. അംബിക ആകെ ഭയന്നു പോയി. മോനെ, എടാ ദീപക്കേ എന്ന് വിളിച്ചോണ്ട് ഓടി വരുവാണ് ദീപക്കിൻ്റെ അടുത്തോട്ട്. എന്താടാ ദീപക്കേ കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരരുത്, അടുക്കരുതെന്നാ പറഞ്ഞത്. എനിക്കെന്താ പറ്റിയെന്നോ അറിയണോ നിങ്ങൾക്ക്? എടാ മോനെ, കത്തി മാറ്റടാ, നിങ്ങളെ കൊല്ലും ഞാൻ. മോനെ, നീ കത്തി മാറ്റടാ. മാറ്റില്ല. ഈ കത്തി കൊണ്ട് ചിലരെയൊക്കെ ഞാൻ ഇന്നിവിടെ കൊല്ലും. ആദ്യം ഞാൻ നിങ്ങളെ തീർക്കും, അതിനുശേഷം മറ്റുള്ളവരെ. ദീപക്കേ മോനെ, ഞാൻ നിന്റെ അമ്മയാ. ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങളെ ചാവേറല്ലേ? ഒരു ബലിയാടാകാൻ നടക്കുന്ന ഒരു ചാവേറ്. നിങ്ങളെ ബലി കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു നേർച്ചക്കോഴിയല്ലേ ഞാൻ. മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിങ്ങൾ തീർന്നു. ഒരു മന്ത്രിയുടെ ഒഴിവ് വന്നപ്പോഴേ ചാടിക്കേറി നിങ്ങളങ്ങ് ഇരുന്നല്ലോ. എന്നെ കറിവേപ്പല പോലെ ദൂരേക്കെറിഞ്ഞു. നിങ്ങൾ സെൽഫിഷ്. വിശ്വസിക്കുന്നവരെ കുതികാലി കെട്ടി ജീവിക്കുന്ന ഒരു ജന്മം. മോനെ, അമ്മയോട് എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എൻ്റെ പൊന്നുമോന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ദേഷ്യം കൊണ്ട് അലറുവാണ് ദീപക്ക്. അല്ല, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാ. അല്ലടാ മോനെ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ പൊന്നുമോന് വേണ്ടിയാ. ഒരു രാജകുമാരനെ പോലെ എൻ്റെ മോനെ ജീവിപ്പിക്കാൻ വേണ്ടിയാ. എൻ്റെ മോനെ ഇനി മുതൽ ഒരു രാജകുമാരനായിരിക്കും. എനിക്കത് പോരാ. എനിക്കും വേണം അധികാരം, എനിക്കും വേണം സ്ഥാനമാനങ്ങൾ. കോപം കൊണ്ട് തിളച്ചു മറിയുന്ന ദീപക്കിൻ്റെ അടുത്ത് പതുക്കെ പോയി ഇരുന്നോണ്ട് അംബിക ആ കത്തി വാങ്ങിച്ചങ്ങ് എറിയുവാണ്. എടാ മോനെ, ഇനി അങ്ങോട്ടെ ഈ അംബികാവർമ്മയ്ക്കും മകൻ ദീപക്കിനും ജയിക്കണമെങ്കിലേ ആ രാജുവിൻ്റെയും ഋതികയുടെയും സമാധാനം കളയണം. അവരാ മോനെ നിന്റെയും എൻ്റെയും മുഖ്യ ശത്രുക്കൾ. അവരുടെ ജീവനുകൾ എടുക്കണം മോനെ നീ. അവരെ വെറുതെ വിടാൻ പാടില്ല. നല്ല ഒരമ്മ ഇങ്ങനെ തന്നെ വേണം മോന് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് വേണം ഈ മോൻ ആയുസ്സുകാലം മുഴുക്ക ജയിലിൽ കിടക്കാൻ. അങ്ങനെ ദീപക്കിനെ കൊണ്ടുള്ള ശല്യം അതോടെ അംബികയ്ക്ക് തീർന്നു കിട്ടും. അപ്പോഴമ്മയുടെ പൊന്നാങ്ങളെയോ ആ പ്രതാപവർമ്മ, എൻ്റെ പൊന്നാങ്ങളെ അംഗം കഴിഞ്ഞ് പടവാളിനൊരു വെട്ടും മേടിച്ച് ഇപ്പോൾ വീൽ ചെയറിലിരിക്കുമല്ലേ. അവൻ അവസാനം വരെ ആ വീൽ ചെയറിൽ തന്നെ ഇരുന്നോളും. എടാ മോനെ, നമുക്ക് വേണ്ടത് രാജുവിൻ്റെയും ഋതികയുടെയും ജീവന്. സ്വന്തം മകനെന്ന് പോലും നോക്കാതെ സ്വന്തം മകനെ ശത്രുപാളയത്തിലോട്ട് തള്ളിവിടുന്ന ഒരമ്മ. വേണുവേട്ടനും രാധമ്മയും ക്ഷേത്രത്തിൽ വന്നിരിക്കുക. രാധമ്മ വേണുവേട്ടന് വേണ്ടിയുള്ള നേർച്ചകളൊക്കെ നടത്തുവാണ്. പ്രതാപവർമ്മ അവിട്ടം നക്ഷത്രം, ഒരു പുഷ്പാഞ്ജലിയും ഒരു മൃത്യുഞ്ജയ ഹോമവും ഒരു ശത്രുസംഹാര പൂജയും. അപ്പോൾ ജയനും പ്രിയയും കൂടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. പ്രിയ ഇത് കേട്ടിട്ട് പറയും, ഓ, ഒരു മൃത്യുഞ്ജയ ഹോമം, വല്ല ശവസംസ്കാര പൂജ വല്ലതും ഉണ്ടെങ്കിൽ അത് വല്ലതും നടത്താനുള്ളതിന്. അവരുടെ ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി. അയാളെ എന്നേക്കുമായി തളർത്തിക്കിടത്താൻ ഈ അമ്പലങ്ങളിലൊന്നും ഒരു പൂജയും ഇല്ലല്ലോ എൻ്റെ ഭഗവാനെ. ജയൻ ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ നിന്നിങ്ങനെ പുറൂർക്കുന്നത്? അതേ, ഞാൻ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ചൊല്ലിയതാ. അങ്ങോട്ട് നോക്കിക്കേ ജയേട്ടാ, അവരൊക്കെ അങ്ങയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. അവരുടെ പ്രാർത്ഥനയെങ്ങാനും കേട്ടാലേ നിങ്ങളുടെ പണി പോകും ജയേട്ടാ. അതിനെന്താന്നടി പ്രിയേ? അയാൾ അങ്ങനെ ജീവിച്ചോട്ടെ, പക്ഷേ അയാൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജയേട്ടാ. ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള തേങ്ങായി വാട്ടിങ്ങനെ വേണുവേട്ടൻ വരുമ്പോൾ അവിടുത്തെ പൂജാരി ചോദിക്കുന്നു, ആ വേണു എന്താന്ന് സ്പെഷ്യൽ പൂജ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അത് പ്രതാപവർമ്മ സാറിൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ തിരുമേനി. അതിന് നന്ദിയായിട്ട് ഭഗവാനും തേങ്ങ ഉടയ്ക്കാൻ വന്നതാ.
എല്ലാം മനസ്സിലായി വേണു. സാറിന്റെ മകൾ ഋതിക ഇവിടെ വന്നിരുന്നു, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് പൂജാരി അങ്ങോട്ട് പോവുകയാണ്. വേണുവേട്ടൻ അങ്ങനെ ക്ഷേത്രത്തിലെ ആ കല്ലിൽ തേങ്ങ ഇങ്ങനെ ഉടയ്ക്കുന്ന കണ്ടിട്ട് പ്രിയ ജയനോട് വഴക്ക് പറയുക. നിങ്ങളിങ്ങനെ വായി നോക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ ഓരോ നാളികേരം ഉടയ്ക്കുമ്പോഴേ അവിടെ അങ്ങേരുടെ ആരോഗ്യം മെച്ചപ്പെടുക. എടി പ്രിയ, നീ ഇത്രയ്ക്ക് ദുഷ്ടയാകരുത്. എൻ്റെ ജയേട്ട, നിങ്ങൾ ഇത്ര നിർഗുണ പരബ്രഹ്മമായി പോയല്ലോ. പ്രിയ അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ, ആ പ്രതാപവർമ്മ ഇനി മന്ത്രിയാകാൻ ഇടവരുത്തല്ലേ. അങ്ങേരെ കട്ടിൽ തന്നെ കിടത്തണേ. പ്രതാപനെ രാജുവും ഋതിയും കൂടെ മുറ്റത്ത് കൊണ്ടിരുത്തി ഓരോ എക്സസൈസുകളൊക്കെ ഇങ്ങനെ ചെയ്യുവാണ്. ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ വേണുവേട്ടനും രാധമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുക, ഇന്നെന്താ വിശേഷിച്ച്? വിശേഷം പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ സാറേ? എൻ്റെ അസുഖമൊക്കെ മാറിയതിന് ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ നടത്തിയിട്ട് വരുവാണല്ലേ. ജയനും പ്രിയ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രിയയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പ്രതാപൻ പറയാ, അതിന് ഭഗവാന്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി എല്ലാവരും കൂടെ പോയതാണല്ലേ. വേണുവേട്ടൻ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം പ്രതാപന്റെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തി കൊടുക്കുന്നുണ്ട്. പ്രതാപൻ പറയുക, അങ്ങനെ മരിച്ചു ജീവിച്ചു വേണുവേട്ട, അതിന് സാറൊരു പാവവും ചെയ്തിട്ടില്ലല്ലോ. ഇനി അറിയാതെ ചെയ്തു പോയ പാവങ്ങളുടെ ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. ഞാനൊരു പാവവും ചെയ്തിട്ടില്ല വേണുവേട്ട. അത് നമ്മൾ മനസാ വാചാ കർമ്മണ ഒരു പാവവും ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റും. അത് പലതും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. എന്തിനാ എല്ലാവരും ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നത്? നമുക്ക് അകത്തേട്ട് പോകാം എന്നും പറഞ്ഞ് രാജു എല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ഞാൻ പ്രതാപനോട് പറയാം, ഞാൻ ആ പുതിയ മന്ത്രി അംബികാവർമ്മയുടെ PA, സാർ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ജയൻ പ്രതാപന്റെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ കാലൊന്നും പിടിക്കണ്ട ജയ, എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടല്ലോ. എന്നാലും സാറൊരു ദ്രോണനല്ലേ, എന്നെ ഒരു ഏകകലവനായിട്ട് കണ്ടാൽ മതി. അത് കേട്ട് വേണുവേട്ടൻ ഞെട്ടിയിട്ട് ചോദിക്കുക, എടാ എന്തോടാ പറഞ്ഞേ? ഏകകലവ്യനല്ലടാ, എടാ ഏകലവ്യൻ. അതിന് ഇവന്മാരൊന്നും എൻ്റെ അളിയന്മാരല്ലല്ലോ അച്ഛാ, ഇവരുടെയൊക്കെ പേര് കാണാപ്പാടം പഠിച്ചു വെക്കാൻ. അപ്പോൾ അംബികയും മകനും മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. താഴെ ഇരിക്കുന്ന എല്ലാവരെയും കണ്ടിട്ട് അംബിക മോനോട് പറയാം, ഓ അലവലാതി ഫാമിലി എല്ലാം വന്നിട്ടുണ്ടല്ലോടാ. അമ്മ അവരെ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട, അമ്മ മന്ത്രിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അംബിക ഇങ്ങനെ വലിയ ഗമയിൽ അങ്ങോട്ട് വരുവാണ്. പ്രതാപാന്നും പറഞ്ഞൊരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് അംബിക അടുത്തോട്ട് വരുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങി ഇറങ്ങിയതാണല്ലേ? അതെ. അപ്പോൾ പെട്ടെന്ന് പ്രിയ, ഗുഡ് മോർണിംഗ് മാഡം. പ്രിയയ്ക്ക് തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അംബിക ജയനോട്, ജയ പോകാം. അപ്പോഴത്തേക്ക് പ്രതാപൻ പറയാം, ചേച്ചി അവിടെ നിന്ന് നിന്നേ. എന്താ പ്രതാപ, ഞാൻ പറയുന്നത് കൊണ്ട് ചേച്ചിക്ക് ഒന്നും തോന്നരുത്. ചേച്ചിക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാ. PA സ്ഥാനത്ത് വേണമെങ്കിൽ ജയൻ നിന്നോട്ടെ, പക്ഷെ കാര്യങ്ങളൊക്കെ രാജു നോക്കിക്കോളും. അംബികയുടെയും മകൻ ദീപക്കിന്റെയും ദാണ്ട പ്രിയയുടെയും ജയന്റെയൊക്കെ കിളി പോയി ഇങ്ങനെ നിൽക്കുക. അംബിക പ്രതാപ മോനെ എന്നും പറഞ്ഞ് ഉരുളാൻ ഒരുങ്ങുമ്പോഴേ പ്രതാപൻ പറയാം, ചേച്ചി ഈ മന്ത്രി എന്ന് പറഞ്ഞതൊക്കെ വളരെ തലവേദന പിടിച്ച കുറെ പരിപാടിയാണ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് വരെ കോൺഫിഡൻസ് തരുന്നത് രാജുവാ. ഒരു ചതിയിലും വീഴാതെ എന്നെ രക്ഷിക്കുന്നതും രാജുവാ. ഞാൻ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ, എന്നാലും അത് വേണ്ട പ്രതാപ. തൽക്കാലം ഞാൻ പറയുന്നത് ചേച്ചി ഒന്ന് കേക്ക്. രാജു, നീ എതിര് പറയില്ലെന്ന് എനിക്കറിയാം. നീ ചേച്ചിയോടൊപ്പം ഓഫീസിലോട്ട് പോകണം. രാജു ഉടനെ ഋതിയെ നോക്കുന്നുണ്ട്. ഋതിയെ ഇങ്ങനെ തലയാട്ടുന്നുണ്ട് പൊയ്ക്കോളാൻ. ശരി സാർ, ഞാൻ പോകാം എന്നിങ്ങനെ ജയൻ പറയുമ്പോൾ അംബിക ഇങ്ങനെ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുക. പ്രിയയാണെങ്കിൽ ദേഷ്യത്തോടെ ജയനെ തന്നെ നോക്കുന്നു. ജയൻ ഇനി എൻ്റെ ഓഫീസിലോട്ട് പോയിക്കോ, ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പ്രിയയുടെ നിപ്പ് കണ്ടിട്ട് ചോദിക്കുന്നു, പ്രിയയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല സാർ. ജയൻ ഒന്നും വിചാരിക്കേണ്ട, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ബഹുമിടുക്കനായിട്ട് അങ്ങ് ചെയ്തോളും. അതുകൊണ്ടാണ് ഞാൻ ജയനെ ഏൽപ്പിച്ചത്. മൃഗസ്യാന്നും പറഞ്ഞ അംബിക മോനും ഇങ്ങനെ നിൽക്കുക. പ്രതാപൻ പറയാം, എന്നാ ചേച്ചി ചെല്ല്. അംബികയും മകൻ ദീപക്കിനോടൊപ്പം അങ്ങനെ രാജുവും പോവുകയാണ് ഓഫീസിലോട്ട്. പ്രിയയുടെ അഹങ്കാരം 8 നിലയെ പൊട്ടി പ്രിയ ഇങ്ങനെ ദേഷ്യത്തോടെ ജയനെ നോക്കി നിൽക്കുക. അങ്ങനെ അംബികയും കൂട്ടിയിട്ട് ജയൻ ആ ഓഫീസിന്റെ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ ഓഫീസിനകത്ത് അനന്തംപിള്ളയാണ് ഇരിക്കുന്നത്. അനന്തംപിള്ള രാജുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. രാജുവും അംബികയും കൂടെ ഒന്നിച്ച് വന്നിരിക്കുന്നത് കണ്ട് അനന്തംപിള്ള ഇങ്ങനെ അന്തം വിട്ട് കുന്തമിണിയ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ഇനി വെറും ഡമ്മി. കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് രാജു തന്നെയായിരിക്കും. അനന്തംപിള്ളയുടെയും സിംഗടികളുടെയും അംബികയുടെയും പരിപാടികളൊന്നും ഇനി അവിടെ നടക്കില്ല. അങ്ങനെ പ്രതാപവർമ്മയുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും അംബിക പോകുന്നത്. ഇനി എന്തായിരിക്കും അംബിക പ്രതാപനും രാജുവിനും ഋതികയ്ക്കും നേരെ ചെയ്യാൻ പോകുന്ന അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.